തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ കൂടിയാവുകയാണ്. നേരത്തെ UDF ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച UDF ആണ്. പിന്നാലെ BJPയുടെ പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 101 സീറ്റുകളിൽ 93 സ്ഥാനാർത്ഥികളെ ഇടതുമുന്നണി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ ഇക്കുറി മത്സരിക്കുന്നില്ല. CPM ജില്ലാ കമ്മിറ്റി അംഗം RP ശിവജി, മുൻ മേയർ K ശ്രീകുമാർ, ശിശുക്ഷേമ സമിതി മുൻ അധ്യക്ഷൻ SP ദീപക് എന്നിവരാണ് മത്സരിക്കുന്ന പ്രമുഖ നേതാക്കൾ. അതിന് പുറത്തേക്ക് കുറെ യുവനിരയെ തെരഞ്ഞെടുപ്പിനായി LDF അണിനിരത്തുന്നുണ്ട്. LDFിന്റെ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പട്ടം വാർഡിൽ നിന്നാണ് ഡെപ്യൂട്ടി മേയർ PK രാജു ജനവിധി നേടിയത്. ഇപ്രാവശ്യം ഏതായാലും പട്ടം വാർഡിൽ PK രാജുവിന്റെ മകളും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് നാളെ തൊട്ട് ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെയാണ്? ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പാർട്ടിയുടെ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കാൻ കഴിഞ്ഞത്. പട്ടം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ തിരഞ്ഞെടുത്തവരും ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത്. പട്ടം വാർഡിലെ പ്രബുദ്ധരായ വോട്ടർമാർ വികസനം എന്ന ഘടകം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇപ്രാവശ്യവും നെഞ്ചോട് ചേർക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. മകൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രധാന സന്ദേശം എന്താണ്? ഞാനവിടെ തുടങ്ങി വെച്ചൊരു വികസനമുണ്ട്, അതിൻ്റെ തുടർച്ചയായിരിക്കണം. ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരിയായിരിക്കണം, ഇടതുപക്ഷ പ്രവർത്തകയായിരിക്കണം, അതാണ് ലക്ഷ്യം. അതെ, കടകംപള്ളി സുരേന്ദ്രൻ്റെ ആശീർവാദമൊക്കെ മേടിച്ച് ഇറങ്ങാണ്. വേറൊരു സംശയമല്ല, മിടുമിടിക്കുക. നല്ല വിജയം ഉണ്ടാവും. LDF തുടരും, ഒരു സംശയവും വേണ്ട. ഇത് അമൃത ശാസ്തമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു അല്ലേ? ഒരു മുൻ DGPക്കെതിരെയൊക്കെയാണ് മത്സരം. എങ്ങനെയാണ്? ആരായാലും ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ മത്സരരംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു മത്സരമാകുമ്പോൾ എന്തായാലും പല പാർട്ടികളുണ്ടാവും, പല ഒപ്പോസിഷൻസ് ഉണ്ടാവും. ഞാൻ എൻ്റെ നാടിന് വേണ്ടി നിൽക്കുന്നു സന്തോഷത്തോടെ. IT മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ജോലി എങ്ങനെയാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു മാസക്കാലയളവിൽ എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം, എനിക്കിത് വ്യത്യാസമുള്ളൊരു കാര്യമല്ല. ഞാൻ കുഞ്ചിലെ മൊത്തേ പഠനകാലം മൊത്തേ ബാലസംഘത്തിലുണ്ട്, SFIയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ജോലിയായാലും ഇതായാലും ഒരുപാട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ നോക്കുന്നത്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ LDFിൻ്റെ പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി മേഘനയാണ്. ആലത്തറയിൽ നിന്ന് ജനവിധി തേടുന്നു. 21 വയസ്സേ ഉള്ളൂ മേഘനയ്ക്ക്. ഞാൻ ആദ്യം DYFIയുടെ നമ്മുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അതിനുശേഷം മേഖല എക്സിക്യൂട്ടീവ് മെമ്പറായി. പിന്നെ ഇപ്പോൾ ബ്രാഞ്ചിലുണ്ടായിരുന്നു, ബ്രാഞ്ച് മെമ്പറായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഇപ്പോൾ ഇലക്ഷൻ. പിന്നെ കോളേജിൽ SFIയിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. ഇപ്പം വാർഡ് ഇടത് വാർഡാണോ? അല്ലല്ലോ, അല്ലായിരുന്നു, BJPയുടെ ഇതായിരുന്നു. ഇനി നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ഇതിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു സിനിമാ താരം കൂടിയുണ്ട്, പൂജപ്പുര രാധാകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്ക് ആദ്യമായിട്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. പാവപ്പെട്ടവരുടെ കാര്യം നിർബന്ധമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു കസേരയിൽ ഇരിക്കുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. കസേര വിട്ടുപോയിട്ട് അയ്യോ അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏതായാലും BJPയുടെ വാർഡാണ്. അപ്പോൾ എത്രത്തോളം ഒരു മത്സരം ഒന്ന് കടിക്കില്ലേ? അത് അവിടെ ഉള്ള ജനങ്ങളെ എന്നെ അറിയും, എന്നോട് സ്നേഹം കാണിക്കും, അത് വളരെ വ്യക്തമാണ്. ആദ്യമായിട്ട് ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് LDFിൽ നിന്ന് കേരള കോൺഗ്രസ് Bക്ക് ഒരു സീറ്റ് കിട്ടുന്നു. അതിലേതായാലും പൂജപ്പുര രാധാകൃഷ്ണൻ ജനവിധി തേടുകയാണ്. പ്രേംശശിക്കൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.